നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അച്ഛനെ വിട്ടുകിട്ടിയോ? ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വക്കീൽ ഓഫീസിൽ വന്നതാ. അച്ഛൻ എവിടെയുണ്ട്? സ്റ്റേഷനിൽ തന്നെയുണ്ടോ? അച്ഛൻ പോലീസ് സ്റ്റേഷനിലില്ല, മജിസ്ട്രേറ്റിനടുത്തേക്ക് കൊണ്ടുപോയിരിക്കുക. കൂടെ വക്കീലും പോകുന്നുണ്ട്. ഞാനും അവിടേക്ക് പോവാൻ നിൽക്കുക. വക്കീലിന് ഇപ്പൊ തന്നെ ഫീസ് കൊടുക്കണം. 1,00,000 രൂപ ഞാൻ അയക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അമ്മ ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നിന്റെ അക്കൗണ്ടോ? അതില് ടെക്നിക്കൽ എറർ കാരണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ വേഗം ഒന്ന് ചെയ്യ്. അക്കൗണ്ട് നമ്പർ ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ ഓക്കെ. ദൈവമേ, അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണല്ലോ. അമ്മ ട്രാൻസ്ഫർ ചെയ്തോ? എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. എന്തേ സർ കാര്യങ്ങള്? ദേവ് അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ രവിചന്ദ്രൻ അറസ്റ്റിൽ. ഇപ്പൊ റിമാൻഡ് ചെയ്തു. വെൽഡൻ സർ. മനം കുളിർപ്പിക്കുന്ന വാർത്ത അറിയിച്ചതില് നന്ദി സർ. എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അയാള് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചില്ലേ? എവിടെ ജാമ്യം കിട്ടാൻ? 6 ചെക്ക് കേസുകളാ. അറസ്റ്റ് ചെയ്ത സിഐയുടെ സാന്നിധ്യത്തിൽ ഒരു കോംപ്രമൈസ് ചർച്ച നടന്നു. 5 കോടി തന്ന കേസ് വിഡ്രോ ചെയ്യാമെന്നൊരു സജഷൻ വച്ചു. അയാള് സമ്മതിച്ചതാണ്. പക്ഷേ അത്രയും തുക അയാളുടെ അക്കൗണ്ടിൽ ഇല്ലായിരുന്നു. കമ്പനിയാണെങ്കിൽ അതില് കുറഞ്ഞ തുകയ്ക്ക് സമ്മതമല്ലെന്ന കടുത്ത നിലപാടെടുത്തു. രവിചന്ദ്രൻ അകത്തുവായി. അല്ലെങ്കിലും 1 രൂപ പോലും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല. ഓ, രവിചന്ദ്രന്റെ മാത്രല്ല, ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുക. ഓഹോ, അങ്ങനെ ഒരു സംഭവം നടന്നോ? ഞാനും വെറുതെ ഇരിക്കായിരുന്നല്ല സർ. കമ്പനിയുടെ പ്രവർത്തന ഫണ്ട് തിരിമറി നടത്തി സ്വന്തം സമ്പാദ്യത്തിൽ ചേർത്തു എന്ന് തെളിവുകൾ സഹിതം കോടതിയിൽ ഹർജി നൽകി. അയാളുടെ കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് ഹർജിയിലുണ്ടായിരുന്നത്. കോടതിയിൽ അത് ബോധ്യപ്പെട്ടു. അതിനുള്ള ഓർഡറും ഇട്ടു. ഞാൻ വിചാരിച്ചതിലും അപ്പുറത്താണല്ലോ ശരണ്യയുടെ നീക്കങ്ങൾ. കുടിലതയുള്ള സർപ്പങ്ങളോടാ കളിക്കുന്നത്. തല ചതച്ചു വിടണം, അല്ലെങ്കിൽ പിന്നെയും തല പൊക്കി വിഷം ചീറ്റും. വളരെ ശരിയാണ് ശരണ്യ പറഞ്ഞത്. രവിചന്ദ്രന്റെ മകൾ ദിയ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ എന്നെ കണ്ടിരുന്നു. രവിചന്ദ്രനെ കെണിവെച്ച് പിടിച്ചെന്നാണ് അവരുടെ ആരോപണം. അച്ഛൻ വലിയ സ്വാധീനമുള്ള ആളാണെന്നും ജയിലിൽ നിന്നിറങ്ങിയ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുമെന്നും ഒരു മുന്നറിയിപ്പും തന്നു. അവളുടെ അച്ഛനുണ്ടെന്ന് പറയുന്ന ആ സ്വാധീനത്തിന്റെ ബലത്തിലാണ് അവൾ ഇതുവരെ ഈ കളികളെല്ലാം കളിച്ചത്. മറ്റുള്ളവരുടെ ജീവിതങ്ങൾ തകർത്ത് രസിച്ച അവളിനി സ്വന്തം ജീവിതത്തിന്റെ തകർച്ച കൂടി കാണട്ടെ, അനുഭവിക്കട്ടെ. ദേവ് അസോസിയേറ്റ്സ് തകർത്ത് കളഞ്ഞിട്ട് സ്വന്തം കമ്പനി തുടങ്ങാനുള്ള പദ്ധതി ആയിരുന്നല്ലോ രവിചന്ദ്രന്. കൂടെ നിന്ന് ഈ മകളും കാര്യമായി കളിച്ചിട്ടുണ്ട്.
അവരുടെ സകല തട്ടിപ്പുകളും ഇനി വെളിച്ചത്ത് വരും. ഭാവി പദ്ധതികൾക്ക് ഇതോടെ തിരശ്ശീല വീഴുകയും ചെയ്യും. ദേവ് അസോസിയേറ്റ്സ് വീഴാതെ പിടിച്ചു നിർത്തേണ്ടത് ഇനി ശരണ്യയുടെ മിടുക്ക. ദിയെ എന്നോടും കുടുംബത്തോടും കാണിച്ച നീച പ്രവൃത്തികൾക്കെല്ലാം കണക്ക് തീർത്ത് കൊടുക്കാനുള്ള ഒരു ദിവസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ളൊരു നിമിത്തമായിട്ടാ മധുസൂദനൻ സാറുമായിട്ടുള്ള ഈ കണ്ടുമുട്ടല്ല ഞാൻ കാണുന്നത്. ആദ്യ അപ്രോച്ചിൽ തന്നെ ശരണ്യെ ഞാൻ മനസ്സിലാക്കി എന്നതാണ് സത്യം. അനുഭവിച്ച ദുരിതങ്ങളുടെ പാടുകൾ ശരണ്യയുടെ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടിരുന്നു. ഈ കേസിനു വേണ്ടി എന്നെ ഏൽപ്പിച്ച റെക്കോർഡുകളിൽ നിന്നും ശരണ്യയുടെ സത്യസന്ധതയും ഞാൻ മനസ്സിലാക്കി. തന്റെ നീക്കങ്ങൾക്ക് നിർവ്യാജം പിന്തുണ നൽകണമെന്ന് ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ. സത്യം പറയാലോ സർ, സാറിന്റെ പിന്തുണയാണ് എന്റെ പ്രചോദനം. കൂടുതലൊന്നും വെട്ടിപ്പിടിക്കാനല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം എന്ന് മാത്രമായി സാർ ഇതിനെ കണ്ടാ മതി. തീർച്ചയായും ശരണ്യ, തന്റെ ഈ പരിശ്രമത്തിന് തുടർന്നും എന്റെ പിന്തുണ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച് സർ. ബാങ്കിന്റെ ഇടപാടിൽ കസ്റ്റമേഴ്സിന് അസൗകര്യം ഉണ്ടായിരിക്കുന്നു എന്നത് ശരിയാണ്. ഞങ്ങൾക്കതിൽ ഖേദമുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ നടപ്പാക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാകാനുള്ള കാരണം എന്താ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. ഹെഡ് ഓഫീസിൽ അന്വേഷിക്കണം. രവിചന്ദ്രൻ, അപർണ, ദിയ ഈ 3 പേരുടെ അക്കൗണ്ടുകൾ ഒരേ സമയം ഫ്രീസ് ചെയ്തതും ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്തായാലും ഒരു ഉദ്ദേശമുണ്ട്. കുടുംബത്തിന് അടിമുടി തകർക്കണം, അത് തന്നെ ഉദ്ദേശം. പക്ഷേ ആരുടെ ഉദ്ദേശമാണെങ്കിലും ഫലവത്താകാൻ പോകുന്നില്ല. ഞങ്ങളെ അങ്ങനെ അങ്ങോട്ട് വീഴ്ത്താനും പറ്റില്ല. ഇതൊക്കെ നിങ്ങളിപ്പോ ഇവിടെ പറയുന്നതുകൊണ്ട് എന്താ കാര്യം? അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് ബാങ്ക് അല്ലേ, അതുകൊണ്ടാ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ആത്മരോഷം പ്രകടിപ്പിച്ചത്. അത് സാരമില്ല, ആർക്കായാലും ആത്മരോഷം ഉണ്ടാവും. ഹെഡ് ഓഫീസിൽ നിന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഹെഡ് ഓഫീസിന് നിർദ്ദേശം എവിടുന്ന് കിട്ടി അക്കൗണ്ട് മരവിപ്പിക്കാൻ? കോർട്ട് ഓർഡറാണ്. കോർട്ട് ഓർഡറോ? എന്തിന്? കോടതിയിൽ കൊടുത്ത ഹർജി പരിഗണിച്ചുകൊണ്ട് ബാങ്കിന് കോടതി നൽകിയ ഓർഡർ അനുസരിച്ചാണ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ആരുടെ ഹർജി? ഒരു മിസ്റ്റർ വാസുദേവ്, പാർട്ണർ ദേവ് അസോസിയേറ്റ്സ്. ദേവ് അസോസിയേറ്റ്സിന്റെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് 80% തുക ക്രമക്കേട് നടത്തി പിൻവലിച്ച് സ്വന്തം സമ്പാദ്യത്തിൽ ചേർത്തിരിക്കുന്നുവെന്നും അതുകൊണ്ട് ടിയാളുടെയും ടിയാളുടെ ഭാര്യ അപർണ, മകൾ ദിയ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടിയന്തരമായി മരവിപ്പിക്കണമെന്നുമാണ് ഹർജിയിൽ. ഹാജരാക്കിയ തെളിവുകൾ ബോധ്യപ്പെട്ട് കോടതി ഇറക്കിയ ഓർഡർ പ്രകാരമാണ് ഫ്രീസിംഗ് നടത്തിയത്. ഇന്ന് കൃത്യം 3 മണിക്കാണ് ഫ്രീസിംഗ് നടപ്പിൽ വന്നത്. 3 മണി വരെ നിങ്ങൾക്ക് ഡീലിംഗ്സ് നടത്താൻ സാധിക്കുമായിരുന്നു. അത് വെക്കേറ്റ് ചെയ്യിക്കാൻ കോർട്ട് മുഖാന്തരം നിങ്ങൾക്ക് ശ്രമിക്കാമല്ലോ. നിങ്ങളുടെ നിരപരാധിത്വത്തിന് മതിയായ തെളിവ് ഹാജരാക്കിയാൽ മതി. വാസുദേവ് നേരിട്ട് കൊടുത്ത ഹർജിയാണോ ഇത്? അല്ല, വക്കീൽ മുഖാന്തരം. ആരാ വക്കീല്? അഡ്വക്കേറ്റ് ശരണ്യ.